ഹായ് ഹലോ സുഖമല്ലേ? അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് റാഗി വെച്ചിട്ടുള്ള നല്ലൊരു സ്മൂത്തിയാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഉരുക്കി വെയിറ്റൊക്കെ കുറയാനുള്ള നല്ലൊരു സ്മൂത്തി. അതിനു വേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലേ. റാഗി അതായത് ഒത്തിരി അയൺ അതിലടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ B12, എല്ലാ വൈറ്റമിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ റാഗി. അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ സിമ്മിലാക്കി വെക്കണേ. അതിനകത്തേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് 1.5 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ്. സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമ്മളിത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടിത് കുറുക്കിയെടുക്കുക. നന്നായിട്ടിത് വെന്ത് വരണം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഞാൻ ശരിക്കും ഒരു 4 കിലോ വെയിറ്റ് എൻ്റെ കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഒന്നുകിൽ ഒരു 7 മണിയാകുമ്പം ഇത് കുടിക്കുക, അതല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അതായത് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒറ്റ സ്മൂത്തി കൂടെ തന്നെ നമുക്ക് ആ ദിവസത്തേക്ക് വേണ്ട ഫുൾ എനർജി, അതായത് അത്രയ്ക്കും നമുക്ക് റാഗിയിൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ റാഗി ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്യാം. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്നത് വെന്ത് പോകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്കായി കിട്ടേണ്ടത്. ഇതിന് ശേഷം നമുക്കിത് ഓഫാക്കിയെടുക്കുക. ഓഫാക്കിയിട്ട് നന്നായിട്ട് തണുത്ത് വരണം. പിന്നെ വെയിറ്റ് കുറയാനുള്ള കുറച്ച് സൂത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം. മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ളത് മതി. 1/2 മണിക്കൂറെങ്കിലും അത് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പിന്നെ നമ്മുടെ അതായത് ജങ്ക് ഫുഡുകൾ, ബേക്കറി സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തിരി ഓവറായിട്ട് കഴിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സും കുറച്ച് നട്ട്സിൻ്റെ പൗഡറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നട്ട്സിൻ്റെ പൗഡർ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെ കുറച്ച് കാഷ്യൂ, ഒരു 2-3 കാഷ്യൂ, കുറച്ച് ബദാം, അതെല്ലാം വെച്ച് ഒരു ഫ്ലാക്സ് സീഡും കൂടെ ചേർത്തിട്ട് പൊടിച്ച 2 ടേബിൾ സ്പൂൺ പൊടിയാണ്. ഇത് നിങ്ങളുടെ അടുത്ത് എന്താണ് ഉള്ളത് അത് ചേർത്താൽ മതി. ഇതിനായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട. പിന്നെ ഉള്ളത് ഞാൻ 2 ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പഴം, ഇത് ഞാൻ നമ്മുടെ നാട്ടിലെല്ലാം ഇതിന് അടക്കാപ്പൂവൻ എന്നാണ് പറയുന്നത്. ഈ പഴത്തിന് ഞാലിപ്പൂവൻ പഴം അതില്ലേ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ റാഗി സ്മൂത്തി നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ആയിട്ടുള്ള ഷുഗറൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല മധുരം ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പംകിൻ സീഡ് ഇത് കഴുകിയിട്ടൊക്കെ ചേർക്കണേ, ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.